ബിഗ് ബോസ് മലയാളം സീസൺ 6 താരങ്ങൾ തമ്മിൽ അടിയും വഴക്കുമൊക്കെ പതിവായി മാറുകയും ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് 6 കളം വാഴുമ്പോഴും സീസൺ 5 പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. അഖിൽ മാലാർ വിന്നറായ സീസണിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ മറ്റൊരു താരമാണ് ശോഭ വിശ്വനാഥ്. സംരംഭകയായ ശോഭ ഫൈനൽ വരെ എത്തിയ താരമാണ്. വിന്നറായി മാറുമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നിറഞ്ഞാടാൻ സാധിച്ച താരമായിരുന്നു ശോഭ. ഇപ്പോഴിതാ തങ്ങളുടെ സീസണിനെക്കുറിച്ചും പുതിയ സീസണിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ശോഭ വിശ്വനാഥ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭ മനസ്സ് തുറന്നത്. ഒറിജിനൽ ആയിരിക്കുക എന്നതാണ് ബിഗ് ബോസിൽ 100 ദിവസം നിൽക്കാനുള്ള ടെക്നിക് എന്നാണ് ശോഭ പറയുന്നത്. മറ്റൊരാളായി അഭിനയിക്കേണ്ടതില്ലെന്ന് താരം പറയുന്നു. അതേസമയം തനിക്കുള്ള ഒരു നിർദ്ദേശവും ശോഭ പങ്കുവയ്ക്കുന്നുണ്ട്. സ്ട്രെസ് ബസ്റ്റർ ഒന്നുമില്ല അവിടെ. നമ്മളോട് പല കാര്യങ്ങളിലും നോ പറയും. ഇഷ്ടമുള്ളതൊന്നും കിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും കുറച്ച് പേർക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്മോക്ക് റൂം, അതൊരു സ്ട്രെസ് റിലീഫാണ്. അതും കൂടെ കട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലേ റിയൽ ആകൂ, എല്ലാവർക്കും ഒരേപോലെ ആകൂ. സ്മോക്ക് ചെയ്യാത്തവരുമുണ്ട്. എൻ്റെ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്നതും മ്യൂസിക് കേൾക്കുന്നതുമാണ്, അല്ലെങ്കിൽ എൻ്റെ വളർത്തുമൃഗങ്ങളുടെ കൂടെ സമയം ചെലവിടുന്നതാണ്. സ്മോക്ക് ചെയ്യുന്നവർക്കതാകും ചിലപ്പോൾ റിലീഫ്. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൊല്യൂഷൻ കിട്ടുമായിരിക്കും. അതും കൂടെ കട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് ശോഭ പറയുന്നത്. ഇത്തവണ അവിടെ സൂര്യപ്രകാശമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ബാത്റൂമുകളുമുണ്ട്. എന്തൊരു പാർഷ്യാലിറ്റി ആണെന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ എപ്പോഴും ക്യാമറയിൽ പോയി പറഞ്ഞിരുന്നൊരു അപേക്ഷയുണ്ട്. അടുത്ത തവണയെങ്കിലും ഒരു ചേഞ്ചിങ് റൂം കൊടുക്കണം. ഞാൻ സാരി ഉടുത്തത് വഴിയിൽ നിന്നൊക്കെയാണ്. ബാത്റൂമിൽ നിന്നാണ് വസ്ത്രം മാറിയത്. ചേഞ്ചിങ് റൂം അത്യാവശ്യമാണെന്നും ശോഭ പറഞ്ഞു. ഞാൻ പറയുന്നത് കേട്ട് ഇത്തവണ ഇത്രയും സൗകര്യം കൊടുക്കുമെന്ന് കരുതിയില്ല. 4 ബെഡ്റൂം 4 ബാത്റൂമും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലുതെന്തോ ഉണ്ട്. അറക്കാൻ പോകുന്ന ആടിന് വെള്ളം കൊടുക്കുന്നത് പോലെയാണ് ബിഗ് ബോസ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനാൽ പറയാൻ പറ്റില്ല. അത്ര പണിയെടുപ്പിക്കുകയും പണി കൊടുക്കുകയും ചെയ്യുമെന്നും ശോഭ പറയുന്നുണ്ട്.